കുഞ്ഞിന് 1.5 വയസ്സായപ്പം വേറൊരുത്തനുമായിട്ട് സ്നേഹിച്ച് ഭർത്താവിനെയും കളഞ്ഞ് കുഞ്ഞിനെയും ഉപേക്ഷിച്ചിട്ട് അവൻ കൊണ്ടുപോയതാ. ആ ചെറുക്കനെയും കുഞ്ഞിനെയും കളഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു പരിചയപ്പെട്ട് കുട്ടിയായിട്ടാണ് ഇവൻ്റെ കൂടെ പോയത്. അവനിവിടെ ജീവിക്കാൻ തുടങ്ങി ഒരു 3-4 ദിവസം കൊണ്ടായിട്ടുള്ളൂ. വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം എന്ന പഴഞ്ചൊല്ല് നൗഫിയുടെ കാര്യത്തിൽ കൃത്യമാകട്ടോ. അല്ലെങ്കിൽ ഈ പെങ്കൊച്ചിന് ഇത് എന്തിൻ്റെ കേടാ എന്ന് ആരും ചോദിച്ചു പോകും. സന്തോഷകരമായ ഒരു ദാമ്പത്യമാണ് നൗഫിയയ്ക്ക് കിട്ടിയത്. പൊന്നുപോലെ നോക്കുന്ന ഭർത്താവ്, മിടുമിടുക്കനായ ഒരു കുഞ്ഞു. പക്ഷേ നൗഫി എപ്പോഴും സ്വപ്നലോകത്തിലായിരുന്നു. ഇൻസ്റ്റയിൽ അവൾ അവളുടെ സ്വപ്നങ്ങൾ വാരി വിതറി. ആ സ്വപ്നത്തിന് കൂട്ടായി അവൾക്കൊരു ആരാധകനെ കിട്ടി. കൊട്ടാരക്കര കുന്നിക്കോട് സ്വദേശിയായ ഒരു ആംബുലൻസ് ഡ്രൈവർ. പിന്നെ സ്വപ്നങ്ങൾ നെയ്തത് രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. ഒരിക്കൽ സ്വന്തം കുഞ്ഞിനെയും കൂട്ടി അവൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകനോടൊപ്പം ഇറങ്ങിപ്പോയി. പക്ഷേ നല്ലവനായ ഭർത്താവ് എല്ലാം മറന്ന് അവളെ വീണ്ടും സ്വീകരിച്ചു. ഇത്തവണ കാമുകൻ്റെ ഡിമാൻഡ് മറ്റൊന്നായിരുന്നു. കുഞ്ഞിനെ ഉപേക്ഷിച്ച് തന്നോടൊപ്പം വരണം എന്നുള്ളതായിരുന്നു. അവൾ ആ സാഹസവും ചെയ്തു. നൊന്തുപറ്റ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പൊന്നുപോലെ നോക്കിയ ഭർത്താവിനെയും കളഞ്ഞ് ശവം ചുമക്കുന്നവൻ്റെ പുറകെ പോയി. പക്ഷേ അവിടെ അവളെ കാത്തിരുന്നത് സ്വപ്നങ്ങളായിരുന്നില്ല കേട്ടോ, ദുസ്വപ്നങ്ങൾ മാത്രമായിരുന്നു. എന്നും ആട്ടും തുപ്പും ഇടിയും മാത്രം മിച്ചം. ഒടുവിൽ തൻ്റെ ജീവിതം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്ന മരമണ്ടിയായ ഒരു സ്ത്രീ നൗഫി. മോളെ കെട്ടിച്ച് കുഞ്ഞിന് 1.5 വയസ്സായപ്പം വേറൊരുത്തനുമായിട്ട് സ്നേഹിച്ച് കുന്നിക്കോട്ടുള്ള ഒരുത്തൻ കൂടെ പോവുകയും ഫോൺ വിളിക്കുകയും ചെയ്ത് അങ്ങനെ ഭർത്താവിനെയും കളഞ്ഞ് കുഞ്ഞിനെയും ഉപേക്ഷിച്ചിട്ട് അവൻ കൊണ്ടുപോയതാ. ഞങ്ങളത് കാരണം സഹകരിക്കത്തില്ലായിരുന്നു, വിളിക്കത്തില്ലായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മോള് വിളിക്കുകയും പറയുകയും ചെയ്യും. പഠിക്കുമായിരുന്നു, നേഴ്സിങ് എല്ലാം ചെയ്ത് വരുവും സഹകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അവനെ വരുത്തില്ല. അവനെ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. പിന്നെ ആൾക്കാർ പറഞ്ഞ് വീട് വാടകയ്ക്കെടുത്തൊക്കെ താമസിക്കുകയെന്ന്. അടിയുണ്ടാകുമ്പം കൂടെ വിളിച്ചു പറ അമ്മ അടിച്ചെന്ന്. ഞാൻ പറയും നമ്മൾ കെട്ടിച്ചു കൊടുത്തില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ വരുന്നതെന്ന്. അങ്ങനെയൊക്കെയായി ചെയ്യുന്നതിൻ്റെ അന്ന് രാവിലെ 3 മണിയായപ്പോൾ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് പറഞ്ഞ് അമ്മ എന്നെ അടിക്കുന്നു, എന്നെ കൊല്ലാൻ പോകുന്നു, പേടിയാവുന്നെന്ന്. കുന്നിക്കോട്ട് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്ത്. അവരമ്മ ആ ചെറുക്കൻ്റെ അമ്മയാണെങ്കിൽ ജോലിക്കാരിയ നേഴ്സിങ് സ്ത്രീധനം കൊണ്ടുപോകാൻ താമസിക്കുന്നിടത്തു നിന്നെല്ലാം അമ്മ അടിയുണ്ടാക്കും. എൻ്റെ കുഞ്ഞിനെ എടുത്തിട്ടുണ്ടെങ്കിൽ അടി എല്ലാവരും അടി പേടിച്ച് സ്റ്റേഷനിൽ കേസ് കൊടുക്കും. അവർ അംഗീകരിക്കത്തില്ല. കുന്നിക്കോട്ട് പോലീസ് അംഗീകരിക്കത്തില്ല. അവർ പറയും നീ നിൻ്റെ വീട്ടിൽ പോകുന്നാ പറഞ്ഞ് വിടുന്നതെന്നും പറഞ്ഞ് വിളിച്ച് പറയും. ഞാൻ അന്നേരം പറയും മോളെ കെട്ടിയനെയും കുഞ്ഞിനെയും കളഞ്ഞിട്ട് പോയതല്ലേ, അവനെയും കൊണ്ട് വാദങ്ങൾ കേട്ടാ പോലീസുകാർ എന്തൊരു പെറ്റീഷൻ കൊടുത്താലും അവർ അംഗീകരിക്കത്തില്ല. ഞങ്ങൾ ഇന്നും പോയപ്പോഴും പട്ടിയെ പോലെ അവർ പറഞ്ഞ് വിട്ട് അംഗീകരിക്കുന്നില്ല. ഞങ്ങളടുത്ത് സ്വീകരിക്കാൻ റെഡിയായിരുന്നു. ഇവൻ വിട്ടുകൊടുക്കത്തില്ല, ഇവനെടുത്തിട്ട് ഇടിയ. അങ്ങനെ വീട്ടിൽ വരും, ഞാൻ സ്വർണ്ണങ്ങൾ കൊടുക്കും ഒക്കെ. അങ്ങനെ പൈസ സ്വർണ്ണമൊക്കെ ഞാൻ കൊടുത്ത് വിടും. അങ്ങനെ ആയിക്കൊണ്ടിരുന്ന് പ്രണവത്തിൽ ഞാൻ ഫീസ് കൊടുക്കും പഠിക്കാൻ. എല്ലാം ചെയ്തിരുന്നൊരു കൊച്ചായിരുന്നു. അന്ന് രാവിലെ അവൻ്റെ തള്ള ചെന്ന് ഞങ്ങളെ വിളിച്ച് പറഞ്ഞമ്മ അവിടുത്തെ തള്ള വന്ന് അടിയും വഴക്കും ഉണ്ടാക്കി അടിക്കുക. എന്നെ എടുത്തിട്ട് അങ്ങ് അടിച്ച് കാലെല്ലാം നോവുന്ന് നടക്കാൻ വയ്യാന്ന് പറഞ്ഞ ആ തള്ളയ്ക്ക് സ്വർണം വേണോ, എന്തുണ്ടേലും വേണം, പോയിട്ട് വാ എന്ന് പറഞ്ഞ് അടിയാതെന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ കൊച്ചുകൊണ്ട് കേസ് കൊടുത്ത് കുന്നിക്കോട്ട്. അവൻ്റെ തള്ളയെ അവനെ വിളിച്ച് വരുത്തിയോ തീർപ്പാക്കി അങ്ങ് പറഞ്ഞ് വിട്ട്. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് എന്തിനു ചെയ്തതാന്ന് എനിക്ക് അങ്ങക്ക് അറിയത്തില്ല. ഞങ്ങളടുത്ത് പോലീസുകാർ ആരും വിളിച്ചു പറഞ്ഞില്ല. നാഥൻ്റെ മോൻ്റെ അടുത്ത് കൂട്ടുകാരന്മാർ വിളിച്ചു പറഞ്ഞ ഞങ്ങളറിയുന്നത്. ഞങ്ങളിവിടുന്ന് അവിടെ ചെന്നപ്പോൾ ഇവിടുന്ന് പോയവരെ അവിടെ ഉള്ളവരെല്ലാം പോലീസുകാരും ചേർന്ന് പട്ടിയെ പോലെ ആട്ടാനും ഓട്ടിക്കാൻ ഞങ്ങളെ കാണിച്ചില്ല. എന്നെ കാണിക്കാൻ തള്ളി വിടുക പോലീസുകാർ. കാല് പിടിച്ചാവുന്ന് കാണിച്ചത്. അവരെല്ലാവരും പാർട്ടിക്കാരും എല്ലാവരും കൈക്കൂലിയുടെ പുറത്ത് കളിക്കുക. പോലീസൊക്കെ തമാശയാക്കി എടുക്കുക. ഇത് ഞങ്ങളേത് അറ്റം വരവേടയിലും പോവും. ഞങ്ങൾക്ക് നീതി കിട്ടണം. ഞങ്ങളുടെ കുഞ്ഞിനെ എന്തിനിത് ചെയ്ത് സംഭവിച്ചത് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. ഈ കുട്ടി ഇപ്പോൾ ഇവൻ്റെ അടുത്ത് ഒരു 1.5 വർഷത്തോളം ഈ ഫേസ്ബുക്കിൽ കണ്ട് പരിചയപ്പെട്ടാണ് കുട്ടി ഇവൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നത്. ഇവൻ്റെ കൂടെ പോയതിന് ശേഷം ഞങ്ങൾ വലിയ സഹകരണവും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു വിവരം ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഇന്നടുത്ത് ഉണ്ടെന്ന് മാത്രമേ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ വലിയ സഹകരണം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവനെക്കുറിച്ച് ഞങ്ങൾ ഇടയ്ക്കൊന്ന് അന്വേഷിച്ചായിരുന്നു.
അന്വേഷിച്ചപ്പോൾ ഇവൻ ഭയങ്കര തല്ലിപ്പൊള്ളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വേറെ ആൾക്കാരെ വിട്ട് കുട്ടിയെ വിളിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടി വരുന്നില്ല, അവൻ്റെ തന്നെ ജീവിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ പിന്നെ മിണ്ടുകയും സഹകരിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. പയ്യൻ്റെ തള്ള ഈ കൊച്ചിനെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് പല കേസുകളും കുന്നിക്കോട് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. ഈ പയ്യൻ മർദ്ദിച്ചു എന്നും കേസുകൾ പോയിട്ടുണ്ട്. അങ്ങനെ ഇവർ 2-3 വീടൊക്കെ മാറി താമസിക്കുന്ന അവിടെ നാട്ടുകാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ മരിക്കുന്നതിൻ്റെ, അതായത് ബുധനാഴ്ചയാണ് മരിക്കുന്നത്. ഈ ബുധനാഴ്ച മരിക്കുന്നതിൻ്റെ രാവിലെ കുന്നിക്കോട് സ്റ്റേഷനിൽ ഈ പയ്യൻ്റെ തള്ളയും പയ്യനും മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുന്നിക്കോട് CA വിളിച്ചു ഒത്തീർപ്പാക്കി വിടുകയും ചെയ്തു. ഞങ്ങൾ ചെന്ന് കണ്ടപാട് നമുക്ക് ആർക്കായാലും സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. 6.5 അടി ഒരു ഹൈറ്റ്, ഒരു ഉത്തരത്തിലാണ് ഈ കുട്ടി കെട്ടിത്തൂങ്ങി നിൽക്കുന്നത്. കുട്ടിക്ക് തന്നെ 5 അടി മേലെ ഹൈറ്റുണ്ട്. സ്വാഭാവികമായിട്ടും 5 അടി മേലെ കുട്ടിക്ക് ഹൈറ്റുണ്ട്. അതായത് ഒരു വ്യക്തി എങ്ങനെ നമ്മൾ സ്റ്റഡിയായിട്ട് തറയിൽ കാൽ ചവിട്ടി നിൽക്കുന്നു അതേ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് ചോദിച്ചതിനാണ് ഈ നാട്ടുകാർ, അതായത് അവൻ്റെ കുറച്ച് ആൾക്കാർ, പയ്യൻ്റെ കുറേ ആൾക്കാർ, ബന്ധുക്കൾ ഞങ്ങളെ മർദ്ദിക്കാൻ വന്നത്. അടുത്ത് ഒരു സ്റ്റൂളോ പൊക്കമായിട്ടോ ഒരു സാധനവുമില്ല. ഒരു കട്ടിലോ സ്റ്റൂളോ ഒരു കട്ടയോ ഒരു ബക്കറ്റോ പാത്രമോ ഒന്നും തന്നെ ഇല്ല. അത് പോലീസ് ഫോട്ടോ മൊത്തം എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോയിൽ കാണുമ്പോൾ അറിയാൻ കഴിയുന്നതാണ്. ഏകദേശം 3/4 മണിക്കൂറിനുള്ളിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടുകയും ചെയ്തു. അതിനകത്ത് ഒരുപാട് സംശയങ്ങളുണ്ട്. ഡോക്ടർ എന്നോട് പറഞ്ഞത് മർദ്ദനം ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് മരിക്കുന്നതിൻ്റെ ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ കാലിൻ്റെ മുട്ട് അടിച്ച് ചതച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇടത്തെ കാലിൻ്റെ മുട്ട് അടിച്ച് ചതച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ചതഞ്ഞ് കരിമീൽച്ച പാടുകളുണ്ട്. പിന്നെ ശരീരത്ത് മൊത്തം അടിയുണ്ട പാടുകളുണ്ട്. പിന്നെ 2 ദിവസത്തിന് മുമ്പ് മർദ്ദിച്ച പാടുകളുണ്ട്. പിന്നെ കുറേ പാടുകളും പഴയ പാടുകളും അടി കൊണ്ട് ശരീരം ചതഞ്ഞ പാടുകളും കരിനീലിച്ചൊക്കെ കിടപ്പുണ്ടെന്ന് ഡോക്ടർ പറയുന്നു. മന്ത്രി വിളിച്ച് പറഞ്ഞിട്ടോടും കുന്നിക്കോട് പോലീസ്, കുന്നിക്കോട് CO കേസെടുക്കാൻ തയ്യാറല്ല. എന്താ കാര്യമൊന്നും ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയെക്കുറിച്ച് ഞങ്ങൾ ഇനി ഒരു കാര്യവും അന്വേഷിക്കാൻ പാടില്ല എന്നാണ് അവർ തീർത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാഫിയ നേരത്തെ കല്യാണം കഴിച്ചതാണ്. അതിലൊരു കുട്ടിയുണ്ട്. ആദ്യം അവിടെ നിന്നാണ് ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട് കുട്ടിയായിട്ടാണ് ഇവൻ്റെ കൂടെ പോയത്. പോയതിന് ശേഷം ഇവൻ തന്നെ ആവശ്യപ്പെട്ട കുട്ടിയെ ഒഴിവാക്കിയാലേ കൂടെ വിട്ടുവെന്ന്. അങ്ങനെയാണ് ഭർത്താവുമായിട്ട് കുട്ടിയെ കൊണ്ടുവിട്ടിട്ട് ഇവൻ തന്നെയാണ് രാത്രി ആ വീട്ടിൽ നിന്ന് ഒരു ബൈക്കും കൊണ്ട് വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഇവരായിട്ട് സഹകരിക്കാത്തത്. ആദ്യം ഇവനിവിടെ കുട്ടിയായിട്ട് പോയതാണ്. പോയതിന് ശേഷം ഞങ്ങളെല്ലാം പോയി വിളിച്ചുകൊണ്ട് വന്ന്, അതായത് ഞാനില്ലായിരുന്നു, എൻ്റെ ജ്യേഷ്ഠത്തി ഇവരെല്ലാം പോയി വിളിച്ചുകൊണ്ട് വന്ന് അവർ ഒത്തീർപ്പാക്കി അവനിവിടെ ജീവിക്കാൻ തുടങ്ങി ഒരു 3-4 ദിവസം കൊണ്ടായിട്ടുള്ളൂ. അവൻ വീണ്ടും വന്ന് ഇവർ ഫോണിൽ കൂടെ വിളിയും പറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അവൻ തന്നെ ബൈക്കിൽ വന്ന് രാത്രി അവനെ കുട്ടിയും ഈ പെണ്ണിനെയും വിളിച്ചുകൊണ്ട് അവനെ കൊണ്ടുപോയി. ആ പോക്കിൽ ഞങ്ങളാരും പിന്നെ ഇന്നേ നാഴി വരെ ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. സ്നേഹിച്ചു പോയതാണ്. ആ ചെറുക്കനെയും കുഞ്ഞിനെയും കളഞ്ഞിട്ട് ഇവൻ ഇടുക്കിയ രീതിയിൽ അപ്പം അവൻ്റെ കയ്യിൽ നിന്ന് പറിച്ചു കൊണ്ടുപോയതാണ്. അത് നിയമപരമായി ഡിവോഴ്സ് ആയോ? ആ എന്തിനാണ് അങ്ങനെ? അവർ തമ്മിൽ സ്ഥിരം വഴക്കായിരുന്നു. അവർ സ്ഥിരം എന്നും വഴക്കായിരുന്നു. അതെന്തിനു വേണ്ടിയായിരിക്കും ഈ വഴക്ക്? പൈസയ്ക്ക് വേണ്ടി? പൈസയും സ്വർണം മുതലുകൊണ്ട് കൊടുക്കാൻ വേണ്ടിയുള്ള സംസാരമായിരുന്നു. അതിങ്ങനെ പോകേണ്ട സ്ത്രീധനം അങ്ങനെയൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് അതിൻ്റെ വഴക്കായിരിക്കും. അതിൻ്റെ വഴക്കായിരുന്നു. എന്നും വഴക്കാം. ഈ കുഞ്ഞ് ഈ മരിക്കുന്നതിൻ്റെ തൊട്ട് ഒരു 2-3 മണിക്കൂറിനുള്ളിൽ സ്റ്റേഷനിൽ പോയി അവർ ഒത്തീർപ്പാക്കി അവർ സ്റ്റേഷനിൽ നിന്ന് വീട്ടിൽ പോയതാണ്. എൻ്റെ എല്ലാത്തിൻ്റെ പേരേക്കും വെച്ച് എൻ്റെ കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ മർദ്ദിക്കാൻ അതിന് തീരെ സഹിയില്ല എന്നപ്പോൾ അത് ചെയ്തു. അല്ലാതെ ചെയ്യത്തില്ല. അതങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ വഴിയില്ല. എൻ്റെ കുഞ്ഞ് അത് ഇവൻ തന്നെ ഇവൻ്റെ കാരണത്തിൽ തന്നെ ചെയ്താൽ ഇവൻ്റെ ഇതില്ലാതെ ഒന്നും കൊച്ച് ഒരു രീതിയിലും കൊച്ച് ചെയ്യത്തില്ല. കൊച്ച് ചെയ്യാനുള്ള വഴിയില്ല. കൊച്ച് ചെയ്യാൻ എന്നെ തൂങ്ങി തറയിൽ കാലിൻ്റെ 10 വിരലിന് ഉപ്പ് 10 വിരലും ഇങ്ങനെ മുട്ടി തൂങ്ങി ഇങ്ങനെ നിൽക്കുന്ന രംഗമാണ്. ഞങ്ങളെ എന്നിട്ട് ഞങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടും ഞങ്ങൾ കാണാൻ കയറി ചെല്ലുമ്പോൾ ഞങ്ങളെ കാണാൻ സമ്മതിക്കുന്നില്ല. എന്നെ എൻ്റെ പെണ്ണുമ്പളെയും കാണാൻ ഒട്ടും സമ്മതിക്കുന്നില്ല പോലീസുകാർ. ലാസ്റ്റ് കയറ്റി കാണിച്ച് അവൻ്റെ ആൾക്കാരായിരുന്നു.
ഇന്ന് ഞങ്ങൾ കുന്നിക്കോട് സ്റ്റേഷനിലും സ്റ്റേഷനിൽ ചെന്നപ്പോഴും മൊഴി കൊടുക്കുമ്പോഴും അവർക്ക് ഒക്കത്തില്ല. അവർ തള്ളിക്കളയാൻ അവർ പുച്ഛം പോണക്ക് തള്ളിക്കളഞ്ഞ് ഞങ്ങൾ അവിടുന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി വരികയും ചെയ്തു.